ഈ സെഷൻ റെക്കോർഡറാണ്. ഞാൻ അപ്പം ഒന്നുകൂടെ പറയാം. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സോർപ്ഷൻ ആണ്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ കണ്ടിന്യൂഷൻ ആണ് ഈ സെഷൻ. കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത സെഷന്റെ കണ്ടിന്യൂഷൻ ആയ കാരണം കഴിഞ്ഞ ഡൗട്ട്സ് ഒന്നും കുറവായിരിക്കും വിചാരിക്കുന്നു. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബേസ്ഡ് സെയിം സിനാരിയോ ആണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് Q&Aയിൽ ചോദിക്കാം ഈ സെഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ തുടങ്ങാം. എന്താണ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അതായത് നമ്മൾ ഈ അബ്സോർപ്ഷന് പല പേരുകൾ ഉണ്ട്, പല ഡിഫറെന്റ് കൺസെപ്റ്റിൽ. ഇപ്പൊ നമ്മൾ സപ്പോർട്ടർ റെസിസ്റ്റൻസ് നോക്കുന്ന ആൾക്കാർക്ക് ഇതൊരു റിജക്ഷൻ ക്യാൻഡിൽ ആയിരിക്കാം. അതുപോലെ ICT നോക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഓർഡർ ഫ്ലോ ഫുട് പ്രിന്റ് വോളിയം പ്രൊഫൈൽ വെച്ച് ചെയ്യുന്ന ട്രേഡേഴ്സിന് ഇത് അബ്സോർപ്ഷൻ ആണ്. അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ലോജിക്ക്, ഒരു കീ ഏരിയയിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് അവിടെ ആ കീ ഏരിയയിൽ ഒരുപാട് ലിമിറ്റ് ഓർഡേഴ്സ് കിടപ്പുണ്ടാവും. അപ്പൊ ഈ ലിമിറ്റ് ഓർഡേഴ്സ് മാർക്കറ്റ് ഓർഡേഴ്സിനെ മൊത്തം വലിച്ചെടുക്കുകയാണ്, അതായത് അബ്സോർബ് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് സംഭവിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത് വെച്ചാൽ, നമ്മളിപ്പം സെല്ലേഴ്സിന്റെ കേസ്, ഞാനിപ്പം സെല്ലേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ പറയാം. ഇപ്പൊ സെല്ലേഴ്സ് മാർക്കറ്റ് താഴത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു പെർട്ടിക്കുലർ ഏരിയ എത്തുമ്പോഴത്തേക്കും സെല്ലേഴ്സ് എത്ര ശ്രമിച്ചാലും മാർക്കറ്റ് ആ ഒരു ലെവലിന് താഴെ പോയില്ല. നമുക്ക് നോക്കിയറിയാൻ പറ്റും, വോളിയം കൂടുതലാണ്, സെല്ലേഴ്സ് വോളിയം കൂടുതലാണ്, ടോട്ടൽ വോളിയം കൂടുതലാണ്. പക്ഷെ പ്രൈസിന് മാത്രം ഒരു മാറ്റമില്ല. പ്രൈസ് താഴത്തോട്ട് പോകുന്നില്ല, പ്രൈസ് ഒരു ഭാഗത്ത് സ്റ്റക്കായി നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനാരിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പോട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോ പറഞ്ഞു, അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയ എത്തുമ്പോഴാണ് ഇത് സംഭവിക്കുക എന്ന് പറഞ്ഞു. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അതായത് നമ്മളിപ്പം ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നമുക്ക് അബ്സോർപ്ഷൻ സ്പോട്ട് ചെയ്യാം, അബ്സോർപ്ഷൻ പോലത്തെ കാര്യങ്ങൾ സ്പോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു വാലിഡ് അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ അതൊരു കീ ഏരിയയിൽ നടക്കണം. ഞാൻ ഈ കീ ഏരിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേജർ ലിക്വിഡിറ്റി മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഏരിയാസ് ആണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, ഈക്വൽ ഹൈസ്, ഈക്വൽ ലോ, VWAP, പിന്നെ അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന EMA 50, EMA 200, EMA 100. സോ ഇങ്ങനെയൊക്കെ ആൾക്കാർ, പിന്നെ പിവറ്റ് പോയിന്റ്സ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ റീറ്റെയിലേഴ്സ് അതുപോലെ ട്രേഡ് എടുക്കുന്ന ആൾക്കാർ അവരുടെ സ്റ്റോപ്സ് വെക്കാൻ ചാൻസ് ഉള്ള എല്ലാ ഏരിയാസും ലിക്വിഡിറ്റി ഏരിയാസ് ആണ്. സ്വിംഗ് ഹൈസ്, സ്വിംഗ് ലോസ്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് അബ്സോർപ്ഷൻ സെറ്റപ്പ് നോക്കാൻ പറ്റും. അപ്പോൾ പക്ഷെ ഞാനിപ്പം ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട്, അതായത് ഈ വാർ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഒരുപാട് ഈ സ്വിംഗ് ഹൈ, സ്വിംഗ് ലോസ്, ഇതൊക്കെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാത്ത ഒരു സ്ഥിതിയായിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ പണ്ടൊക്കെ നമുക്കിപ്പം എല്ലാ ദിവസവും ഒരു ആഴ്ചയിലൊരു 3-4 ദിവസം നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടിയിരുന്നു. വളരെ റെയർ ആയിട്ടാണ് നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഒക്കെ കിട്ടിയിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇപ്പം വാർ തുടങ്ങിയ പിന്നെ ഒരാഴ്ചയിൽ നമുക്ക് ആകെ ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടുന്നത് 1-2 ദിവസമാണ്. ബാക്കിയുള്ള 4 ദിവസം ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ ആണ്. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ, ഈ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും സംഭവിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്ന വെച്ചാൽ, രാവിലത്തെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മുടെ ഈ സ്വിംഗ് ഹൈലത്തെ, സ്വിംഗ് ലോയിലത്തെ ഒക്കെ ലിക്വിഡിറ്റി മാർക്കറ്റിംഗ് സ്വീപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന ലിക്വിഡിറ്റി സോൺസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാണ്ട് ഇട വരും. അപ്പൊ അങ്ങനെ ഒരു ക്രൈസിസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം പിന്നെ അതുപോലെ തന്നെ നമുക്ക് പണ്ട് വിക്സ് ഒരു 9, 10, 11 ഒക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് റിവേഴ്സൽ ട്രേഡ്സ് ഒക്കെ എടുത്താലും നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങായിരുന്നു. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട് നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് വൺ ഡയറക്ഷണൽ മൂവ്മെന്റ് ആണ് ഒരു കൂടുതൽ ദിവസം. അതായത് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അതിനാൽ തന്നെ നമ്മുടെ സെറ്റപ്പിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നു. കാര്യം നമ്മൾ ട്രെൻഡിനെ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലേക്ക് മാറേണ്ടി വന്നു. അപ്പൊ ഇതെല്ലാം ഈ വാറ് കാരണമാണ്. നമുക്ക് മിക്കവാറും അത് ഇന്ന് നാളത്തോടെ അത് തീരുന്നതായിരിക്കാം. കാര്യം നാളെ ഇപ്പം ഒരു പീസ് അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നന്നാവുമെന്ന് വിചാരിക്കാം. നാളെ ഒരു മേജർ ഗ്യാപ്പ് അപ്പ് ഒക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ
ഇത് എന്റെ ജസ്റ്റ് ഒബ്സർവേഷൻ ആണ്. കാര്യം ഞാൻ എന്റെ സെറ്റപ്പിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു ഈ പോസ്റ്റ് വാർ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഇത് ഫീൽ ചെയ്തിട്ടുണ്ടോ നമുക്ക് Q&Aയിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ലിക്വിഡിറ്റി ഏരിയാസിനെ കുറിച്ചാണ്. അപ്പോൾ ഇപ്പം ഈ കറണ്ട് മാർക്കറ്റ് സിനാരിയോയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു 90% നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ലോവും ആണ്. അത് അവിടെ നമുക്ക് എന്തെങ്കിലും റിയാക്ഷൻ കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ ഈ ഗ്യാപ്പ്, ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ വന്നു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഗ്യാപ്പിന്റെ തുടക്കമോ ആ ഗ്യാപ്പിന്റെ 50% ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന സ്ഥലമോ, ഈ 3 ഏരിയാസ് നമ്മളൊരു ഫിബ് വെച്ചിട്ട് ആ ഗ്യാപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഫിബിന്റെ 0, 1, 50 0.5%. ഈ ഒരു 3 ഏരിയാസിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതും നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട് ഇപ്പം പോസ്റ്റ് വാർ കണ്ടീഷൻസിൽ. അപ്പൊ ഞാൻ ഈ എടുക്കുന്ന എക്സാമ്പിള് നമുക്കറിയാം, നമ്മളിപ്പം നമ്മുടെ മൈൻഡിൽ ഫ്രഷ് ആണ് എന്താണ് ഫ്രൈഡേ ഉണ്ടായെന്ന് വെച്ചാൽ. കാര്യം ഉച്ചയ്ക്ക് 1:30 ശേഷം ഉണ്ടായിരുന്ന ആ വലിയൊരു മൂവ്മെന്റ് അല്ലേ, ഞാൻ ഒരുപാട് പേരുടെ സ്ക്രീൻഷോട്ട്സ് കണ്ടു. ഒരുപാട് പേർക്ക് ഈ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റിജക്ഷൻ വന്നിരിക്കുന്നത് ഒരു പ്രീവിയസ് ഡേ ഹൈയിൽ നിന്നാണ്. അപ്പോൾ ഇത് ഓർഡർ ഫ്ലോയിൽ മാത്രമല്ല ഇത് കിട്ടുന്നത്, ഇത് നിങ്ങൾ ഏത് സെറ്റപ്പ് നോക്കിയാലും നിങ്ങൾക്ക് ഇത് കിട്ടും. ഓർഡർ ഫ്ലോയ്ക്ക് മാത്രമല്ല, യാതൊരു പ്രത്യേകത ഒന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തുന്നുള്ളൂ. കാര്യം ഈ ഒരു ട്രേഡ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തവർക്ക് കിട്ടിയിട്ടുണ്ട്, ICT-കാർക്ക് കിട്ടിയിട്ടുണ്ട്, ഓർഡർ ഫ്ലോക്കാർക്ക് കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് ഈ ട്രേഡ് മനസ്സിലാവും, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബ്സോർപ്ഷന് വേണ്ടിയിട്ടുള്ള 2-3 കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു. ഒന്ന്, അതൊരു കീ ഏരിയയിലായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, അവിടെ ആരാണോ എഫേർട്ട് ഇടുന്നത് അവരുടെ ഒരു വലിയൊരു എഫേർട്ട് അവിടെ കാണണം. അതായത് ഒരു സെല്ലറാണ് അവിടെ വരുന്നത് വെച്ചെങ്കിൽ ആ സെല്ലറിന്റെ മാക്സിമം വോളിയം അവിടെ കാണണം. അപ്പം സെല്ലർ കൂടുതൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ സെല്ലിങ്ങിന്റെ വോളിയം കൂടുതലായിട്ട് കാണും, ടോട്ടൽ വോളിയം കൂടുതലായിട്ട് കാണും. പിന്നെ ആ ഒരു പർട്ടിക്കുലർ കീ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ആ വോളിയം പെട്ടെന്ന് കുറയണം. അതായത് ഒരു 20K, ഒരു 30K വോളിയം ഒക്കെ വരുന്ന ആ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ് തൊട്ടടുത്ത ക്യാൻഡിലിൽ ആ വോളിയം കുറയണം നന്നായിട്ട്. എന്നിട്ട് എന്ത് സംഭവിക്കണം, അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ അത് അബ്സോർപ്ഷൻ ആണെന്നാണ് അർത്ഥം. പക്ഷെ നമുക്ക് ട്രേഡിലോട്ട് കയറണമെങ്കിൽ നമ്മൾ റിവേഴ്സിലാണല്ലോ നമ്മൾ നോക്കുന്നത്. കാര്യം ഒരു കീ സപ്പോർട്ട് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഓപ്പോസിറ്റ് ട്രേഡ് ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ഫ്ലോയിൽ നമുക്ക് കിട്ടുന്ന അടുത്തൊരു കൺഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഡെൽറ്റ ബിൽഡപ്പ് ആയിട്ട് വരണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു സപ്പോർട്ട് ഏരിയ, നമ്മളൊരു ഡിമാൻഡ് സോണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വിചാരിക്കും. മാർക്കറ്റ് അടിച്ചടിച്ച് താഴത്തോട്ട് വരികയാണ്. അപ്പോൾ ഈ താഴത്തോട്ട് വന്നിട്ട് ലാസ്റ്റ് ഒരു സ്വീപ്പും കഴിഞ്ഞ് നേരെ തിരിച്ച് പോസിറ്റീവ് ഡെൽറ്റയിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ എൻട്രി പോയിന്റ് വരുന്നത്. അപ്പോൾ ഇതാണ് അബ്സോർപ്ഷന്റെ ബേസിക്. ഇത് ഞാൻ ഈ തിയററ്റിക്കലി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചാർട്ടിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് സെയിം ഞാൻ ആ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞ സെയിം കാര്യങ്ങളാണ്. ഈ സോൺ ഞാൻ വരച്ചത് വ്യാഴാഴ്ചത്തെ ഡേ ഹൈയുടെ അടുത്തുള്ള ഈ ഒരു മെരാബോസു ക്യാൻഡിലിന്റെ ഇതാണ് ഡിമാൻഡ് സോൺ ആണ് ഞാൻ വരച്ചത്. ഇതാണ് ഈ ഒരു ബ്ലൂ ലൈൻ ആണ് പ്രീവിയസ് ഡേ ഹൈ, അതായത് തേഴ്സ്ഡേയിലെ ഹൈ ആണ് ഈ ബ്ലൂ ലൈൻ. ഈ ഒരു മെരാബോസു ക്യാൻഡിലാണ് അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഓപ്പോസിറ്റ് കളറിലുള്ള ക്യാൻഡിൽ. അപ്പൊ ആ ക്യാൻഡിലിന്റെ ബോഡിയാണ് ഞാൻ ഡിമാൻഡ് സോൺ ആക്കി എടുത്തത്. അപ്പൊ ഈ ഡിമാൻഡ് സോൺ വരുന്നത് ഈ ഒരു കീ ഏരിയയുടെ തൊട്ട് താഴെയാണ്. നമുക്ക് ഈ ഡിമാൻഡ് സോണിന്റെ മേലൊരു ഇൻഡ്യൂസ്മെന്റ് നമുക്ക് 10 മണിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഇൻഡ്യൂസ്മെന്റ് ചെറിയൊരു മൂവേ വന്നിട്ടുള്ളൂ. ആ ഇൻഡ്യൂസ്മെന്റ് കഴിഞ്ഞ് ശരിക്കും അവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് എന്താണെന്ന് ഞാൻ പറയാം. ഇൻഡ്യൂസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഏരിയ എടുത്ത് വെച്ചിട്ട് മാർക്കറ്റ് ജസ്റ്റ് അതിനെ ഒരു ടാപ്പ് തന്ന് നമ്മളതിനെ ഒരു ഫോമോ കയറ്റി അതിന്റെ യഥാർത്ഥ മൂവ്മെന്റിന്റെ മുന്നേ മാർക്കറ്റ് ഒരു ഫേക്ക് മൂവ്മെന്റ് നടത്തും. അതാണ് ഇൻഡ്യൂസ്മെന്റ് എന്ന് പറഞ്ഞാൽ. കാര്യം നമ്മൾ ഒരു ഡിമാൻഡ് സോൺ വരച്ചിട്ട് നമ്മൾ കാത്തിരിക്കും. അപ്പം മാർക്കറ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഒരു ഫേക്ക് മൂവ് തരും. അതിപ്പം ആ ഫേക്ക് മൂവില് നമ്മൾ ആദ്യം കയറി പറ്റും. പക്ഷെ എന്ത് ചെയ്യും, യഥാർത്ഥ മൂവ്മെന്റ് വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ സ്റ്റോപ്സ് എടുത്തിട്ടായിരിക്കും യഥാർത്ഥ മൂവ്മെന്റ് മാർക്കറ്റ് തരുന്നത്. സെയിം സാധനമാണ് നമുക്ക് ഫ്രൈഡേ തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഡിമാൻഡ് സോണിന്റെ മേളിൽ ഒന്ന് തൊട്ട് തലോടി മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് മേളിൽ പോയി. ഇവിടെ ട്രേഡ് എടുത്ത ആൾക്കാരെല്ലാം ഇവിടെ ട്രാപ്പ് ആയി പോയി. അവരുടെ സ്റ്റോപ്സ് എടുത്തിട്ടാണ് പിന്നെ മാർക്കറ്റ് മേളിൽ പോയത്. അപ്പൊ ഇതാണ് ഇൻഡ്യൂസ്മെന്റ്. ഈ ICT ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും എന്താണ് ഇൻഡ്യൂസ്മെന്റ് എന്ന്.
ഞാൻ ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇൻഡ്യൂസ്മെന്റ് എന്ന്. അപ്പം ഈ 10 മണിയുടെ മൂവ്മെന്റ് ഒരു ഇൻഡ്യൂസ്മെന്റ് ആയിരുന്നു. ശരിക്കുള്ള സ്വീപ്പ് വന്നത് 12:45-ലാണ്. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഞാൻ അബ്സോർപ്ഷൻ ബേസിൽ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഡിമാൻഡ് സോൺ. ഈ ഡിമാൻഡ് സോണിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടായിരുന്ന ഈ 13K വോളിയം ഉണ്ടായിരുന്നു, പെട്ടെന്ന് 30K, ഓൾമോസ്റ്റ് ഡബിൾ ആയി ഇവിടുന്ന്. ഓക്കെ, എന്നിട്ട് ഈ 30K വോളിയം പെട്ടെന്ന് പിന്നെ കുറഞ്ഞു. അതായത് അത് 1/3 കുറഞ്ഞു. 7.67K ആയിട്ട് കുറഞ്ഞു. ആ ലോ വോളിയം ഇങ്ങനെ പോയി. എന്നിട്ട് ഇവിടെ അപ്പോഴും നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ട് മൂവ്മെന്റ് വന്നിട്ടില്ല. ഇവിടെ അബ്സോർപ്ഷൻ നടക്കുവാണ്. ഈ അബ്സോർപ്ഷൻ നടന്ന് ഒരു 13:02 ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞപ്പോഴൊക്കെയാണ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഡെൽറ്റ വന്നത്. അപ്പൊ ഈ ഒരു 15 മിനിറ്റ് ആണ് ഈ അബ്സോർപ്ഷന്റെ സമയം. അപ്പോൾ ഈ അബ്സോർപ്ഷൻ എല്ലാ കണ്ടീഷനോട് വാലിഡ് ആണ്. ഒരു കീ ഡിമാൻഡ് സോണിൽ വന്നു, ഒരു ഹൈ വോളിയുള്ള ക്യാൻഡിൽ വന്നു, എന്നിട്ട് പതുക്കെ ഓപ്പോസിറ്റ് സൈഡിൽ ഡെൽറ്റ ബിൽഡപ്പ് ആയി. അപ്പം ഇത് അബ്സോർപ്ഷന്റെ ഒരു വേരിയേഷൻ ആണ്. അബ്സോർപ്ഷന് ഡിഫറെന്റ് വേരിയേഷൻസ് ഉണ്ട്. ഇത് വൺ ഓഫ് ദ വേരിയേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് പഠിക്കാം. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ സമയമുണ്ടെങ്കിൽ ബാക്കിയുള്ള കണ്ടീഷൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇവിടെ ഒരു 15 മിനിറ്റോളം നമുക്ക് സമയമുണ്ട് നമുക്ക് ട്രേഡ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരെ പോയിട്ട് ട്രേഡ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിന്റെ ഒരു അഡീഷണൽ കൺഫർമേഷൻ ആണ് ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഈ ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു ഡൈവേർജൻസ് ആണ് ഇവിടെ നടന്നത്. അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് നമ്മുടെ പ്രൈസ്, അതായത് നിഫ്റ്റി ഫ്യൂച്ചറും. ഇത് ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറയും. അതായത് ഡെൽറ്റനെ ഒരു ക്യുമുലേറ്റീവ് ഫോർമാറ്റിലാക്കിയിട്ട് തന്നിരിക്കുന്ന സംഭവമാണ്. ഇവിടെ നോക്കി അറിയാം, ഒരു ഹ്യൂജ് ഡെൽറ്റ ഇവിടെ വന്നു. എന്നിട്ട് അത് ഈ ഡെൽറ്റ ലോസ് ആണ് ലോവർ ലോസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാര്യം താഴത്തോടാണ് പോകുന്നത്. പക്ഷെ പ്രൈസ് നോക്കും, പ്രൈസിന്റെ ഇതെന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ് പോകുന്നത്. ഈ ക്യുമുലേറ്റീവ് ഡെൽറ്റയുടെ ബിഹേവിയർ നമ്മൾ ഒരു റീറ്റെയിലറുടെ ബിഹേവിയർ പോലെയാണ് നമ്മൾ ഈ ക്യുമുലേറ്റീവ് ഡെൽറ്റയുടെ ബിഹേവിയർ എടുക്കുക. അപ്പോൾ റീറ്റെയിലേഴ്സ് അവിടുന്ന് ഷോർട്ട് ചെയ്യായിരുന്നു മാർക്കറ്റ്. പക്ഷെ പ്രൈസ് മേളിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റിന് വേറെ പ്ലാൻ ആയിരുന്നു. അങ്ങനെ ഒരു ബ്രേക്ക്ഔട്ടാണ് സംഭവിച്ചത്. കാര്യം ഈ ഷോർട്ട് ചെയ്ത ആൾക്കാരെ മൊത്തം ട്രാപ്പ് ആക്കി അവരുടെ ലിക്വിഡിറ്റി മൊത്തം എടുത്തിട്ടാണ് മാർക്കറ്റ് ഈ ഒരു വലിയ മൂവ്മെന്റ് നടത്തിയത്. അപ്പോൾ നമ്മളിപ്പം ഏതൊരു സെറ്റപ്പ് നോക്കി കഴിഞ്ഞാലും അവർക്ക് അവരുടേതായ കൺഫർമേഷൻ ഉണ്ട്. ഇത് നമ്മൾ ഓർഡർ ഫ്ലോ ആണ് നമ്മുടെ സെറ്റപ്പിൽ യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഇതാണ് നമ്മുടെ കൺഫർമേഷൻ. അതായത് ഇത് ഒരുപാട് നല്ല കൺഫർമേഷൻ ഉള്ള ട്രേഡാണ്. ഇപ്പൊ നമ്മളിപ്പം പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ കൺഫർമേഷൻ ഉള്ള ട്രേഡ്സ് നമ്മൾ A++ ട്രേഡേഴ്സ് എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് ഈ വന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ എടുത്തെടുത്ത് പറയുന്നത്. കാര്യം ഒരുപാട് നല്ല കൺഫർമേഷനുള്ള നല്ലൊരു എക്സാമ്പിൾ ആക്കാൻ പറ്റിയ ഒരു ട്രേഡാണ് ഈ ട്രേഡ്. അപ്പോൾ ഇതാണ് നമുക്ക് ഓർഡർ ഫ്ലോന് എന്താണ് അബ്സോർപ്ഷൻ എന്നും അബ്സോർപ്ഷൻ എങ്ങനെ ഫുട്പ്രിന്റ് ചാർട്ടിൽ സ്പോട്ട് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ഇത് സെറ്റപ്പ് ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സോൺസ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റ് നമ്മുടെ സോണിലോട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഈ സോണിൽ നമ്മൾ അബ്സോർപ്ഷൻ സ്പോട്ട് ചെയ്യുക. നമ്മുടെ എൻട്രി വരുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കംഫർട്ടബിൾ ഡെൽറ്റ എപ്പോഴാണോ നമുക്ക് കിട്ടുന്നത് അപ്പോഴാണ് നമ്മുടെ എൻട്രി. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കംഫർട്ടബിൾ ഡെൽറ്റ വന്നത് ഏകദേശം ഈ ഒരു 13.5 ഈ ഒരു ക്യാൻഡിലായിരിക്കും ഞാൻ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എൻട്രി ഉണ്ടാവുക. എന്റെ സ്റ്റോപ്പ് ഞാൻ വെക്കുക ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ക്യാൻഡലിന്റെ താഴെ ആയിരിക്കും ഞാൻ എന്റെ സ്റ്റോപ്പ് വെക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോ നമ്മളിപ്പോ ICT നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് CASD വരുന്നത് ഇവിടെയാണ്. CASD അല്ല, നമുക്ക് ചോച്ച് നോക്കാം. അപ്പോൾ ചോച്ച് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും നമുക്ക് ചോച്ച് കൺഫേം ആയി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു റീട്രേസ്മെന്റിന് വെയിറ്റ് ചെയ്യും. ആ റീട്രേസ്മെന്റ് 50 60 നമ്മൾ എടുക്കും. ഇത് ഇവിടെ 50 വന്നുള്ളൂ. ഞാൻ സാധാരണ 60 എടുക്കാറ്. പിന്നെ ICT നോക്കുകയാണെങ്കിൽ എന്റെ ഒരു സെറ്റപ്പിൽ ഞാൻ എന്റെ ട്രേഡോടെ കയറാൻ ചാൻസ് ഇല്ല. പക്ഷെ ചില ആൾക്കാർ 50 കയറാറുണ്ട്. അപ്പം അത് നോക്കണ്ട, അത് ഓരോ ആൾക്കാരുടെ സെറ്റപ്പ് പോലെ ആയിരിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്, ഇപ്പൊ ഡിഫറെന്റ് സെറ്റപ്പിൽ ആൾക്കാർ കയറുന്ന എൻട്രി കൺഫർമേഷൻസ് പറഞ്ഞാണ്. അപ്പൊ അത് കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പോൾ ഓർഡർ ഫ്ലോയിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് ഏറ്റവും കൂടുതൽ ഡെൽറ്റ എവിടെയാണോ ബിൽഡപ്പ് ആവുന്നത് അവിടെ ആയിരിക്കും നമ്മൾ
നമ്മൾ എൻട്രി എടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്റെ എൻട്രി വരുന്നത് ഒരു 2000+ ഡെൽറ്റ വരുന്ന ഒരു ഏരിയ ഉണ്ടെങ്കിൽ ഇവിടെ ഈ 2.86 കമ്പാരിറ്റീവ്ലി ഇവിടെ നോക്കി അറിയാം. ഇവിടത്തെക്കാളും ഇവിടെ എല്ലാ ക്യാൻഡിലിനേക്കാളും ഡെൽറ്റ കൂടി വന്ന് അവസാനം ഒരു ഒപ്റ്റിമൽ ഡെൽറ്റ വരുന്ന ഒരു പോയിന്റ് ആണ് ഈ 1305 എന്ന് പറയുന്ന ഈ പോയിന്റ്. അപ്പൊ ഇവിടെ ആയിരിക്കും ഈ ക്യാൻഡിലിന്റെ ടോപ്പിലായിരിക്കും എന്റെ എൻട്രി. അത് മാത്രം അതൊരു കീ ലെവലും കൂടാണ്. കാര്യം ഇത് ആ പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്ന കീ ലെവലാണ്. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ കൺഫർമേഷൻ ഉള്ള ഏരിയ ആണ്. അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്ക് എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ക്യാൻഡിലിന്റെ ബോട്ടത്തിൽ വെക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഞാൻ 1:2 1:1 ആണ് എന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ. ഈ ഫുൾ മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. കാര്യം നമുക്ക് അറിയില്ലല്ലോ. കാര്യം ഇത്രയും വലിയ മൂവ്മെന്റ് ഉണ്ടാകുന്ന ദിവസമാണോ അല്ലയോ. അപ്പൊ ഞാൻ എന്തായാലും ഒരു 1:2 അല്ലെങ്കിൽ 1:1 മിനിമം ക്യാപ്ചർ ചെയ്തിട്ട് ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. കാര്യം ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ടാർഗറ്റ് ഞാൻ ഈ വിവാപ്പിലെ വെക്കുക. കാര്യം ഈ വിവാപ്പിലെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അപ്പം ഞാൻ ഇവിടുന്ന് കയറിയാലും ഞാൻ ഈ വിവാപ്പിൽ നിന്ന് ഞാൻ എക്സിറ്റ് ആവും. അപ്പം ഞാൻ വിവാപ്പിൽ നിന്ന് എക്സിറ്റ് ആയാലും എനിക്ക് തോന്നുന്നു എനിക്കൊരു 1:1ന്റെ മേളിൽ എന്തെങ്കിലും കിട്ടുന്ന ചാൻസ് ഉണ്ട്. ന്റെ മേലുണ്ട് 1:1.33. ഓക്കെ, ഞാൻ ഈ വിവാപ്പിന്റെ മേളിൽ നിന്നായിരിക്കും എന്റെ ഫസ്റ്റ് ടേക്ക് പ്രോഫിറ്റ്. അപ്പോൾ ഇതാണ് ഇത് വെച്ചിട്ടുള്ള സെറ്റപ്പ്. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഇത് ഈ ഒരു ചാർട്ട് കിട്ടാൻ വേണ്ടി ക്യുമുലേറ്റീവ് ഡെൽറ്റയുടെ ചാർട്ട് കിട്ടാൻ നമുക്ക് ഗോ ചാർട്ടിങ് ആവശ്യമുണ്ട്. ഇനി അതല്ല ഇത് കിട്ടാൻ വേണ്ടി നമുക്ക് ധനിന്റെ ഇത് യൂസ് ചെയ്യാം. കാര്യം ധനിൽ നമുക്ക് ഡെൽറ്റ അവൈലബിൾ ആണ്. അപ്പോൾ ഡെൽറ്റ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് വോളിയും ഡെൽറ്റയും നമുക്ക് അത് രണ്ടാണ് നമുക്ക് മാക്സിമം വരേണ്ടത്. ഓക്കെ, അപ്പം അത് രണ്ടും നമുക്ക് ധനിന്റെ ഫോർച്യൂൺ ചാർട്ടിൽ കിട്ടും. അപ്പോ ഇത് ഈ ഒരു അബ്സോർപ്ഷൻ നോക്കാൻ വേണ്ടി നമുക്ക് തന്നെ യൂസ് ചെയ്യാം. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. പിന്നെ നമുക്ക് Q&A സെഷനിലോട്ട് കിടക്കാം.